ചെമ്പനീർ പൂവ് സീരിയലിന്റെ അടുത്ത ആഴ്ചയിലെ മുഴുവൻ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സച്ചി രേവതിയും കൂട്ടിക്കൊണ്ട് നേരെ വീട്ടിലേക്ക് വരാണ്. അത് ചന്ദ്രമതിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം രേവതിയുടെ സ്വന്തം സഹോദരനാണല്ലോ ശരത്ത് തൻ്റെ ബാഗും പണമെല്ലാം തന്നെ മോഷ്ടിച്ച് കവർന്നെടുത്തത്. അങ്ങനെയുള്ള ഒരുത്തിയെ ഇനി ഈ വീട്ടിലേക്ക് ഒരിക്കലും കൂട്ടിക്കൊണ്ടു വരേണ്ട എന്ന് തന്നെയായിരുന്നു ചന്ദ്രമതിയുടെ തീരുമാനം. അങ്ങനെ സച്ചി രാവിലെ തന്നെ വീട്ടിലേക്ക് രേവതിയെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് ഒട്ടും തന്നെ സഹിക്കുന്നില്ല. അതിൻ്റെ പേരിൽ പിന്നെ അവിടെ കുറേയധികം ദേഷ്യവും വഴക്കൊക്കെ ആവുന്നുണ്ട്. ചന്ദ്ര, എടാ, നീ ഇവിടെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? നിനക്ക് നാണമുണ്ടോടാ? ഇവളുടെ സഹോദരൻ അവൻ ചെയ്ത കുറ്റകൃത്യം അത്ര പെട്ടെന്നൊന്നും എനിക്ക് അങ്ങോട്ടേക്ക് മറക്കാനും പൊറുക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല. അവൻ എന്താ ചെയ്തത്? ഇവളും അവനും ഇവളുടെ അമ്മയും എല്ലാവരും കള്ളന്മാരാണെന്നും കൊള്ളക്കാരാണെന്നൊക്കെ പറയണ ചന്ദ്ര. എന്നിട്ടാണോ ആ വീട്ടിൽ നിന്നും ഇവളെ വീണ്ടും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇത് ചെയ്യണ്ട എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി ദേഷ്യപ്പെട്ട് ചോദിക്കാണ്. അന്നേരം സച്ചി പറയുന്നുണ്ട്, അതെ, നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് രേവതിയെ കൂട്ടിക്കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ല. ഇവൾ എൻ്റെ ഭാര്യയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് പറയും. അങ്ങനെ സച്ചിയും കുറേയധികം ദേഷ്യപ്പെടാണ് ചന്ദ്രമതിയോട്. ഇത് ചന്ദ്രമതിക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് അവർ രവീന്ദ്രനോട് പറയുന്നുണ്ട്, രവിയേട്ട, ഒരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് തന്നെ ഇവൾ എവിടെ നിന്ന് അങ്ങ് പറഞ്ഞു വിട്ടേക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് രവീന്ദ്രനോട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് ചന്ദ്ര. പാവം രവീന്ദ്രനാണെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ്. ചന്ദ്രമതിയോട് എന്തു തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് രവീന്ദ്രന് നന്നായിട്ടറിയാം. കാരണം ശരത്ത് ഇവിടെ തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരത്ത് തെറ്റ് ചെയ്തത് അറിയാവുന്നത് കൊണ്ട് തന്നെ രവീന്ദ്രൻ ഒന്നും പറയാമെന്നും പറ്റുന്നില്ല. രേവതിയെ സപ്പോർട്ട് ചെയ്യാമെന്ന് വെച്ചാൽ അതിനും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഇതേ സമയത്തിന് 2 പോലീസുകാർ അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ അവർ വന്നിട്ട് ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, അല്ല നിങ്ങൾക്ക് പരാതിയില്ലെങ്കിൽ അത് എഴുതി തരണം. അന്നേരം ചന്ദ്രമതി പറയുന്നുണ്ട്, പരാതിയില്ല എന്ന് ആര് പറഞ്ഞു? അല്ല, ഇയാള് സച്ചിയെ ചൂണ്ടിക്കാണിക്കൊണ്ടതിന് പോലീസ് പറയുന്നുണ്ട്, ഇയാൾ വന്നിട്ട് പറഞ്ഞിരുന്നു പരാതിയൊന്നുമില്ല എന്ന്. അത് കുടുംബ പ്രശ്നത്തിൻ്റെ പേരിലാണെന്നൊക്കെ ഇയാൾ പറഞ്ഞിരുന്നു എന്ന് പറയും. പരാതിയൊന്നും ഇല്ല എന്ന് പറയുന്ന സമയത്തിന് ശ്രുതി പറയുന്നുണ്ട്, ആര് പറഞ്ഞു ഞങ്ങൾക്ക് പരാതിയില്ല എന്ന്? ഞങ്ങൾക്ക് പരാതിയുണ്ട്. ഇല്ലേ അമ്മയെന്ന് ചോദിക്കും. അന്നേരം ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ, ഞങ്ങൾക്ക് പരാതിയുണ്ട്, ഞങ്ങൾ പരാതി എഴുതി തരാമെന്ന് പറയാണ് ചന്ദ്ര. ഞങ്ങൾക്ക് എന്തായാലും ഇതിനൊരു പ്രതിവിധി ഉണ്ടാക്കി തരണമെന്നും പറയും. ആ സമയം പോലീസുകാരൻ സച്ചിയോട് ചോദിക്കുന്നുണ്ട്, അല്ല, നിങ്ങളല്ലേ വന്നിട്ട് പറഞ്ഞത് പരാതിയൊന്നുമില്ല എന്ന്? കാരണം പണമൊക്കെ തിരിച്ചു കൊടുത്തല്ലോ എന്ന്. അതൊക്കെ ശരിയാ സാറേ, ഇത് അമ്മ ദേഷ്യത്തിന് പറയുന്നതാണ്, അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കണ്ട എന്ന് പറയാണ് സച്ചി. അത് ഞങ്ങൾ പറഞ്ഞ് സെറ്റ് ചെയ്തോളാം എന്ന് സച്ചി പറഞ്ഞപ്പോഴേക്കും ചന്ദ്രമതി ഇടയ്ക്ക് കയറി പറയുന്നുണ്ട്, എവിടെ നിന്ന് സെറ്റ് ചെയ്യാനാണ് സാറേ? ഇതിങ്ങനെ വെറുതെ വിട്ടാലൊന്നും പറ്റില്ല. ഇത് കുടുംബ പ്രശ്നമൊന്നുമല്ല. ഇവളും ഇവളുടെ വീട്ടുകാരും പണ്ടേ പ്രശ്നക്കാരാണ്. മുമ്പ് ഈ സച്ചിയുടെ ബൈക്ക് പോലും ഇവൻ മോഷ്ടിച്ചെടുത്ത് എന്ന് ചന്ദ്രമതി പറയാണ്. എന്ത്, ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ, അതെ, അവൻ പണ്ടേ ഇത്തരക്കാരനാണ്. അവൻ ഈ മോഷണ സ്വഭാവമുള്ളതാണ്. അവൻ വലിയ കൊടും ക്രിമിനലായിട്ട് മാറും. അവനെ വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ശരിയാവില്ല സാറേ. എനിക്ക് പരാതിയുണ്ട് എന്ന് ചന്ദ്രമതി തീർത്തും പറഞ്ഞു. അന്നേരം രേവതി ചന്ദ്രമതിയുടെ കയ്യും കാലൊക്കെ പിടിക്കാൻ നോക്കുന്നുണ്ട്. അമ്മേ, പ്ലീസ്, എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒഴിവാക്കി തരണം. അമ്മ ഒരിക്കലും പരാതി പറയരുത് എന്നൊക്കെ പറയും. അവൻ്റെ ഭാവിയെ കരുതിയിട്ടെങ്കിലും അമ്മക്കൊന്ന് ക്ഷമിച്ചൂടെ എന്നൊക്കെ പറയാണ്. ഇനി ഒരിക്കലും അവൻ അങ്ങനെയുള്ള തെറ്റൊന്നും ചെയ്യില്ല, അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് സംഭവിച്ചതാണ് എന്നൊക്കെ പറയും. പക്ഷേ ചന്ദ്രമതി അതിനൊന്നും സമ്മതിക്കുന്നില്ല. പിന്നീട് രേവതി രവീന്ദ്രൻ്റെ കയ്യും കാലൊക്കെ പിടിക്കുന്നുണ്ട്. അച്ഛാ, എന്തെങ്കിലും ഒന്ന് ചെയ്യച്ചാ, അച്ഛൻ എന്തെങ്കിലും ഒന്ന് പറയച്ചാ. രവീന്ദ്രൻ പറയുന്നുണ്ട്, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവന് കിട്ടണം മോളെ. ഇതിനകത്ത് എനിക്കൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രവീന്ദ്രൻ അങ്ങ് ഒഴിഞ്ഞു മാറും. അന്നേരം ശ്രുതിയുടെ അടുത്ത് ചെന്നുകൊണ്ട് തന്നെ രേവതി കെഞ്ചി പറയുന്നുണ്ട്, പ്ലീസ് ശ്രുതി, അമ്മയോടൊന്ന് പറയുമെന്ന് പറയും. പക്ഷേ ശ്രുതി പറയുന്നുണ്ട്, എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അവൻ ഇവിടെ തെറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മയുടെ ബാഗല്ലേ അവൻ മോഷ്ടിച്ചുകൊണ്ട് പോയത്, അതിനകത്തെ പണവും. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അവൻ പിടിച്ച് തള്ളിയിട്ട് ആ സമയത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചുവെങ്കിൽ ആര് മറുപടി പറയുമെന്നൊക്കെ പറയും. എല്ലാവരും കൂടി വളഞ്ഞിട്ട് സച്ചിയെ രേവതി അങ്ങ് ആക്രമിക്കുകയായിരിക്കും. ആ സമയത്തിന് വർഷയും വന്ന് പറയുന്നുണ്ട്, ഇതിനെന്തിനാണെങ്കിലും ശരത്തിനോടൊപ്പം നിൽക്കാനൊന്നും പറ്റില്ല രേവതി ചേച്ചി. കാരണം ശരത്ത് തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനുള്ള ശിക്ഷ അവന് കിട്ടണം. അമ്മ കംപ്ലൈൻറ്റ് കൊടുക്കട്ടെ എന്ന് പറയും. ആ സമയത്തിന് സച്ചി പറയുന്നുണ്ട്, അതെ സാറേ, അവൻ പണമൊക്കെ തിരിച്ചു കൊടുത്തതാണ്. പിന്നെ അവൻ കോളേജിൽ പഠിക്കുന്ന പയ്യനാണ്. അവൻ്റെ ഭാവി നശിച്ചു പോവും. പോലീസും കോടതിയും ജയിലിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഭാവി നശിച്ചു പോകുമെന്ന് പറയും. അന്നേരം പോലീസ് പറയുന്നുണ്ട്, അതെ, നിങ്ങളുടെ അമ്മ പരാതി തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും പരാതിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വെറുതെ ഇരുന്നത്. പക്ഷേ പരാതി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അയാളെ അറസ്റ്റ് ചെയ്യാതിരിക്കാനും പറ്റില്ല. ഞങ്ങൾക്ക് മുകളിൽ നിന്നും നല്ല പ്രഷർ ഉണ്ട് എന്ന് പറയും. ചന്ദ്രമതിയോട് സച്ചി വീണ്ടും പറഞ്ഞു നോക്കുന്നുണ്ട്, അമ്മയെ ഒന്ന് വെറുതെ വിടുകയെന്നൊക്കെ. പക്ഷേ ചന്ദ്രമതി സമ്മതിക്കുന്നില്ല. ഒടുവിൽ പരാതി എഴുതി കൊടുക്കാണ്. രേവതിക്കാണെങ്കിൽ വല്ലാത്ത വിഷമമായി പോയി. അങ്ങനെ പരാതിയൊക്കെ എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചതിന് ശേഷം പോലീസുകാർ അവിടെ നിന്നും പോയി. രേവതിയും സച്ചിയും വല്ലാതെ തകർന്നിരിക്കുകയായിരിക്കും.
ഒടുവിൽ സച്ചി രേവതിയോട് പറയുന്നുണ്ട്, നീ അകത്തേക്ക് ചെല്ലു രേവതി. പക്ഷേ ചന്ദ്രമതി സമ്മതിക്കുന്നില്ല. ചന്ദ്രമതി പറയുന്നുണ്ട്, ഇവളിതെങ്ങോട്ടാ അകത്തേക്ക് കയറി പോകുന്നത്? ഇവളേതായാലും ഇനി ഈ വീട്ടിൽ വേണ്ട. ആ കള്ള കുടുംബത്തിലെയല്ലേ ഇവള്. മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കൊള്ളണം. നീ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത്? സച്ചി പറയുന്നത്, ഞാൻ എവിടെയുണ്ടോ അവിടെ തന്നെ രേവതി ഉണ്ടാവുമെന്ന് പറയും. അതൊക്കെ നിന്റെ മനസ്സിലങ്ങ് വെച്ചാൽ മതി. ഈ വീട്ടിൽ ഇവളുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് ചന്ദ്രമതി തീർത്തും പറയാണ്. അത് കേട്ട ഉടനെ തന്നെ സച്ചി പറഞ്ഞു, അമ്മ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ ഉള്ളത് തന്നെയാണ് പറയുന്നത് എന്ന് ചന്ദ്രമതിയും പറയും. പിന്നീട് രവീന്ദ്രന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ദേ രവിയേട്ടാ, ഇവൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും പറഞ്ഞു വിടാൻ നോക്ക്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറയും. ഇപ്പം തന്നെ ഞാൻ എവിടെ നിന്നും ഇറങ്ങിപ്പോകുമെന്നൊക്കെ പറയട്ടെ ചന്ദ്രമതി. അന്നേരം രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രേ, അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് ശരത്താണ്. ശരത്ത് ചെയ്ത തെറ്റിന് നീ പരാതി എഴുതി കൊടുത്തല്ലോ. പക്ഷേ അതിൻ്റെ പേരിൽ ഏതായാലും രേവതിയെ ശിക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. രേവതി മോളോട് ഈ വീട് വിട്ട് പോവാൻ പറയാൻ നിനക്ക് യാതൊരുവിധ അധികാരവും അവകാശവും ഒന്നുമില്ല എന്ന് പറയാണ് രവീന്ദ്രൻ. അത് കേട്ടപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, 30 വർഷങ്ങളായല്ലോ നിങ്ങളോടൊപ്പം ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് എന്നേക്കാളും വലുത് ഇന്നലെ കയറി വന്ന ഇവളാണല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ എവിടെ നിൽക്കുന്നില്ല, പോവാണ്. അതും പറഞ്ഞു കൊടുത്തിട്ട് ചന്ദ്രമതി നേരെ അകത്തേക്ക് കയറി പോയിട്ട് ഒരു ബാഗ് എടുത്തു കൊണ്ടുവരും. ആ ബാഗിനകത്ത് കുറേയധികം ചന്ദ്രമതിയുടെ ഡ്രസ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ശ്രുതിയും എല്ലാവരും വന്ന് ചന്ദ്രമതിയെ തടയുന്നുണ്ട്. അമ്മേ പ്ലീസ്, അമ്മ പോവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചന്ദ്രമതി വലിയ ധാർഷ്ട്യം കാണിച്ചു. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാണ്. ഒരു നിമിഷം പോലും എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ചന്ദ്രമതി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. രവീന്ദ്രനാണെങ്കിൽ തടയാനൊന്നും പോയില്ല. പിന്നീട് ചന്ദ്രമതി നേരെ പോയിരിക്കുന്നത് ബാമാൻറ്റിയുടെ വീട്ടിലേക്കായിരിക്കും. ബാമാൻറ്റിയുടെ അടുത്ത് ചെന്ന് കൊടുത്തിട്ട് ബാമാൻറ്റിയോട് കാര്യങ്ങളൊക്കെ പറയും. അപ്പോഴാണ് ബാമ പറയുന്നത്, ചന്ദ്രേ, നീ കാണിച്ചത് വലിയ ബുദ്ധിമോശമായില്ലേ. ഇന്നത്തെ കാലത്ത് രേവതിയെ പോലൊരു പെൺകുട്ടിയെ എവിടെ നിന്ന് കിട്ടാനാണ് നിനക്ക്? അവളൊരു പാവാണ് ചന്ദ്രേ. അവളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ചാടി പോകുന്നത് എന്നൊക്കെ ചോദിക്കാണ് ബാമ. ചന്ദ്രമതിക്ക് അത് കേട്ടിട്ട് ഒട്ടും നിന്നെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട്, പിന്നെ ഞാനെന്താ അവളെ കയ്യിലിട്ട് പൂവിട്ട് പൂജിക്കണോ എന്നൊക്കെ ചോദിക്കും. എന്നാലും അതൊന്നും വേണ്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ബാമ വീണ്ടും ചന്ദ്രയെ കുറ്റം പറയും. ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് തെറ്റാണല്ലേ, എങ്കിൽ ഞാൻ പോയേക്കാമെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി അവിടെ നിന്നും ഇറങ്ങാൻ നോക്കുകയാണ്. അന്നേരം ബാമ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പോവാനൊന്നും പറഞ്ഞില്ലല്ലോ ചന്ദ്രേ. അല്ല, നീ ഇത് എങ്ങോട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് പോവാൻ ഇടമില്ലാത്തത് കൊണ്ടാണോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം എന്ന് പറയാണ് ചന്ദ്ര. തൽക്കാലത്തേക്ക് നീ ഒരിടത്തേക്കും പോവണ്ട, ഇവിടെ നിൽക്ക്, നമുക്ക് കാര്യത്തിലൊരു തീരുമാനമൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ബാമ ചന്ദ്രമതിയെ അവിടെ തന്നെ പിടിച്ചിരുത്തും. ആ സമയം വീട്ടിൽ രേവതിക്കാണെങ്കിൽ ഭയങ്കര വിഷമത്തിലായിരിക്കും. രേവതി ഇരുന്ന് ഭയങ്കര കരച്ചിലാണ്. സച്ചി അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നീ എന്തിനാ രേവതി ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നീ വിഷമിക്കാതിരിക്ക്, സങ്കടപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നിന്നോട് മുൻപ് പറയാത്തതിൻ്റെ കാരണം നിനക്കറിയാമല്ലോ. നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമിക്കും, നിനക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാവും. അതൊക്കെ ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ നിന്നിൽ നിന്നും മറച്ചു വെച്ചത് എന്നൊക്കെ പറയണ സച്ചി. അങ്ങനെ ആ ഒരു ദിവസം അങ്ങനെ കടന്നുപോയി. പിറ്റേ ദിവസം തന്നെ മഹിമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, വർഷയുടെ അമ്മ. മഹിമ വന്ന് രവീന്ദ്രനോട് ചോദിച്ചു, അല്ല വർഷ എവിടെ? വർഷ അകത്തുണ്ട് എന്ന് പറയും. അല്ല, ചന്ദ്രമതിയെ കാണാനില്ലല്ലോ. ചന്ദ്രമതി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ ബാമയുടെ വീട്ടിലാണെന്ന് പറയും. എപ്പോൾ വരുമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്നിട്ട് രവീന്ദ്രൻ പറയുന്നത്. അപ്പോഴായിരിക്കും ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതി വന്നിട്ട് മഹിമയോട് ചോദിക്കുന്നുണ്ട്, അല്ല ആൻറ്റി എപ്പോഴാണ് വന്നത്? ഇപ്പോൾ വന്നതേ ഉള്ളൂ മോളെ. പിന്നെ ചന്ദ്രയെ കൂടെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയും. അവൾ ബാമയുടെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞു. അതിനെ എപ്പോൾ വരുമെന്നൊന്നും അറിയില്ല എന്ന് പറയും. അമ്മ ദേഷ്യപ്പെട്ട് ഇവിടെ നിന്നും പോയതാണെന്ന് ശ്രുതി പറഞ്ഞു കൊടുത്തു. പിന്നീട് ശ്രുതി അവിടെ നടന്ന കാര്യങ്ങൾ മൊത്തം അങ്ങ് മഹിമയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ശരത്തിനെ പോലീസ് പിടിക്കാനൊരുങ്ങിയതും ബാക്കി കാര്യങ്ങളെല്ലാം പറയും. ശരത്തിപ്പോൾ മുങ്ങി നടക്കുകയാണ്. അമ്മയുടെ പണം അടങ്ങിയ ആ ഒരു ബാഗ് മോഷ്ടിച്ച എല്ലാ കാര്യങ്ങളും ശ്രുതി പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ടപ്പോൾ മഹിമ പറയുന്നുണ്ട്, ദൈവമേ, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇതിപ്പോൾ എല്ലാവർക്കും നാണക്കേടായല്ലോ. എനിക്കിനി പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റുമോ? കാരണം ഈ വീട്ടിലേക്കല്ലേ എൻ്റെ മകളെ ഞാൻ കെട്ടിച്ചു വിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കൊടുത്തിന് ഭയങ്കരമായിട്ടങ്ങ് ശോകാണിക്കാട്ടോ മഹിമ. അന്നേരമായിരിക്കും സച്ചി വരുന്നത്. സച്ചിക്കത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. രേവതിയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ശ്രുതിയും ചേർന്നിങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അല്ലെങ്കിലും അവൻ കാരണം ഇപ്പോൾ മനുഷ്യർക്ക് ഷോറൂമിൽ പോലും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആളുകളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ശ്രുതി പോലും സച്ചിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കും. അന്നേരം സച്ചി പറഞ്ഞിട്ട്, എടാ നീ കൂടുതൽ ആളാവൊന്നും വേണ്ട, നീ എന്താ ചെയ്തതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, നീ അവിടെ മിണ്ടാതിരുന്നാൽ മതി എന്നൊക്കെ പറയും. ഒടുവിൽ സച്ചിക്ക് നല്ലങ്ങ് ദേഷ്യം വരുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, പിന്നെ ചോദിക്കുന്നവരോട് നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി മറുപടി പറഞ്ഞാൽ മതി.
ഇതിലിത്ര വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തേ സച്ചിക്ക് നല്ല ദേഷ്യം വരും. രേവതി സങ്കടപ്പെടുന്നത് കാണുമ്പോൾ സച്ചിക്ക് സഹിക്കാനാവുന്നില്ല. ആ ഒരു കാഴ്ച കാണുന്ന സമയത്തിന് സച്ചിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. പിന്നീട് വർഷയെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിന് മഹിമ അകത്തേക്ക് കയറി പോവാണ്. അന്നേരം രവീന്ദ്രൻ പറയുന്നത്, നിങ്ങൾ വർഷയെ കാണാൻ വന്നതാണെങ്കിൽ വർഷയെ കണ്ടിട്ട് പോകണം, കൂടുതൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ അന്വേഷിക്കണ്ട എന്നും പറയും. അങ്ങനെ വർഷയെ കണ്ടതിന് ശേഷം വർഷയോട് ശ്രീകാന്തിനോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഏതായാലും വീട്ടിലേക്ക് പോര്, ഈ വീട്ടിൽ ഇനി നിങ്ങൾ ഏതായാലും നിൽക്കണ്ട എന്നൊക്കെ പറയാണ് മഹിമ. അന്നേരം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അതെന്താ ഇവിടെ നിന്നാൽ ഇതെൻ്റെ വീടല്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്ന സമയത്തിന് മഹിമ പറയുന്നുണ്ട്, ഇവിടെ നിൽക്കുന്നത് നാണക്കേടാണ്, നിങ്ങൾ ഇനി അവിടെ വന്ന് നിന്നാൽ മതിയെന്ന് പറയും. പക്ഷേ ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്നാലും ഈ വീട് വിട്ടിറങ്ങാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കുടുംബമാവുമ്പോൾ ചിലപ്പോൾ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഇടയിലേക്ക് വന്ന് വേറെ ആരും തലയിടാനൊന്നും നോക്കേണ്ട കാര്യമില്ല, അത് ശരിയായ കാര്യമല്ല എന്ന് പറയും. വർഷയും പറയുന്നുണ്ട്, അതെ അമ്മേ, അമ്മയ്ക്കിപ്പോൾ എന്താ പ്രശ്നം? അമ്മയ്ക്ക് ഈ പ്രശ്നം വലുതാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഇവിടുത്തെ പ്രശ്നം ഇവിടെ തന്നെ അങ്ങ് തീർന്നോളൂ. അമ്മ അതിൻ്റെ ഇടയിലേക്ക് കയറി പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നോക്കണ്ട. എന്നാലും മഹിമക്ക് വന്ന കാര്യം അങ്ങോട്ടേക്ക് നടപ്പിലാക്കാനൊന്നും പറ്റിയില്ലല്ലോ. ഈ ഒരു ഗ്യാപ്പിൽ വന്നു കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും വർഷയും ശ്രീകാന്തിനെയും തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ ഓർത്തിരുന്നതാണ് മഹിമ. പക്ഷേ അതൊന്നും അങ്ങ് നടന്നില്ല. പിന്നീട് കാണിക്കുന്നത് രേവതിയുടെ ഫോണിലേക്ക് ദേവു വിളിക്കുന്നുണ്ട്. ദേവു വിളിച്ച് പറയുന്നുണ്ട്, അതെ ചേച്ചി, എന്നെയും അമ്മയും പോലീസ് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണെന്ന് പറയും. എന്തിനായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല, അവനെ കാണുന്നില്ലല്ലോ, ശരത്തിന് പിടികിട്ടാത്തത് കൊണ്ടാണെന്ന് പറയാണ് ദേവു. അത് കേട്ട ഉടനെ തന്നെ രേവതിക്ക് വല്ലാതായിട്ട് സച്ചിയോട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. സച്ചി രേവതിയും പിന്നെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ദേവു ആകെ വിഷമത്തിലായിരിക്കും. ലക്ഷ്മിയമ്മ ആണെങ്കിൽ കരഞ്ഞ് തളർന്നിങ്ങനെ നിലവിളിച്ച് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. നിങ്ങൾ എന്തിനാ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ശരത്തിനെ എത്രയും പെട്ടെന്ന് കയ്യിൽ കിട്ടണം, അതുകൊണ്ടാണെന്ന് പറയും. ആ സമയത്തിന് സച്ചി അവിടെയുള്ള പോലീസുകാരനോട് SIയോടൊക്കെ സംസാരിക്കുന്നുണ്ട്. SI പറയുന്നുണ്ട്, അവനെ കിട്ടാതെ ഞങ്ങൾ ഒരിക്കലും ഇവരെ വിടില്ല, ഇവരെവിടെ പിടിച്ചു വെച്ചാൽ അവനൊരിക്കലും ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയും. അന്നേരം സച്ചി പറഞ്ഞിട്ട്, സാറേ ഇവർ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പക്ഷേ അയാൾ സമ്മതിക്കുന്നില്ല. ഒടുവിൽ സച്ചി അറിയാവുന്ന ഒരു പോലീസുകാരൻ അവിടെ ഉണ്ടായിരുന്നു. അയാൾ പറയുന്നുണ്ട്, ഇങ്ങനെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങളൊരു വക്കീലിനെ പോയി കാണൂ എന്ന് പറയും. പക്ഷേ ഇനി ഈ സമയത്ത് എങ്ങനെ പോയിട്ട് വക്കീലിനെ കാണാനാണ്? രാത്രി ആയല്ലോ. സാറേ ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഇവരെന്ന് വീട്ടിലേക്ക് വിട്ടയക്കുമോ എന്ന് ചോദിക്കും. അങ്ങനെ ലക്ഷ്മിയമ്മയും സച്ചിയും രേവതിയും എല്ലാവരും കരഞ്ഞ് കാല് പിടിക്കുന്ന സമയത്തിന് അവസാനം അവർ സമ്മതിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്കറിയാം അവൻ എവിടെയാണ് ഉള്ളതെന്ന്, ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങളെ വിടാം, പക്ഷേ നാളെ അവൻ വന്നില്ല എങ്കിൽ നാളെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് പിടിച്ചുകൊണ്ട് വരുമെന്നും പറയും. ഒടുവിൽ അങ്ങനെ ലക്ഷ്മിയമ്മയും ദേവുവിനെയും കൂട്ടിക്കൊണ്ട് തന്നെ അവർ നേരെ വീട്ടിലേക്കെത്തി. പിന്നീട് സച്ചി വക്കീലിനെ കാണാൻ ചെല്ലുകയാണ്. അങ്ങനെ വക്കീലുമായിട്ട് സച്ചി സംസാരിക്കുന്ന സമയത്തിന് വക്കീൽ ഒരു കാര്യം പറഞ്ഞു, ഇനിയിപ്പോൾ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ, ഈ കേസില്ല എന്ന് അവരെഴുതി തരണം. നിങ്ങളുടെ അമ്മ അങ്ങനെ എഴുതി തരികയാണെങ്കിൽ ഇതിൽ നിന്നും ശരത്തിനെ ഒഴിവായി കിട്ടും, അല്ലെങ്കിൽ പിന്നെ ശരത്തിനെ നേരെ ജയിലിലേക്ക് വിടത്തേ ഉള്ളൂ എന്ന് പറയും. കാരണം ശരത്ത് കോളേജിൽ പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് അവരങ്ങനെ ഒരു മനസാക്ഷിയൊന്നും കാണിക്കില്ല എന്നും പറയും. രേവതിക്ക് കാര്യം മനസ്സിലായി. പക്ഷേ അമ്മ അതിന് സമ്മതിക്കില്ല എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അമ്മ ഒരു കാരണവശാലും അതിന് സമ്മതിക്കില്ല. അമ്മയ്ക്ക് ശരത്തിനോട് അത്രമാത്രം ദേഷ്യമാണ് രേവതിയുടെ വീട്ടുകാരോടു. അതുകൊണ്ടാണല്ലോ പരാതി പെട്ടെന്ന് തന്നെ എഴുതി കൊടുത്തത്. സച്ചി രേവതിയെ ആശ്വസിപ്പിച്ചു. എങ്ങനെയാണെങ്കിലും കയ്യും കാലും പിടിച്ചിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും അമ്മയെ കൊണ്ട് പരാതിയില്ല എന്ന് എഴുതി വാങ്ങിപ്പിക്കാമെന്ന് പറയും. എങ്ങനെയെങ്കിലും ആ ഒരു കാര്യം നടന്നു കിട്ടിയാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂവെന്ന് രേവതിക്കും. ഈ സമയത്തിന് ശ്രുതിയുടെ ഫോണിലേക്ക് ആൻ്റണി വിളിക്കുന്നുണ്ട്. അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയും. അങ്ങനെ ശ്രുതിയും മീരയും ആൻ്റണിയുടെ ഓഫീസിലേക്ക് എത്തി. ആൻ്റണി പറയുന്നത്, അവനുണ്ടല്ലോ ആ നവീന്, അവനെ ഞാൻ ഇടിച്ചിട്ട് ഒരു പരുവമാക്കിയിട്ടുണ്ട്, അവനെ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയും. എന്ത്, ഹോസ്പിറ്റലിലേക്കോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അതേ എന്നൊക്കെ പറഞ്ഞ് അകത്തെ മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് നവീനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓക്സിജൻ മാസ്കൊക്കെ വെച്ചുകൊണ്ട് ട്രിപ്പ് ഇട്ടുകൊണ്ട് ദേഹമാകെ മൊത്തം പാടുകളായിരിക്കും, ഇടി കിട്ടിയതിൻ്റെ പാടുകളായിരിക്കും. അങ്ങനെ ആകെ അവശനായിക്കൊണ്ടായിരിക്കട്ടെ നവീന് കിടക്കുന്നത്. ചുവന്നു തൊടുത്ത് ആകെ വേദനയോട് കൂടെ നവീൻ കിടക്കുന്നത് കണ്ട ഉടനെ തന്നെ ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ഈ കാണിച്ചിരിക്കുന്നത്? ഇത്രയൊക്കെ ഇടി കൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് ചോദിക്കും. പിന്നെ അല്ലാതെ, ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ചതിച്ചതേ ഉള്ളൂ, പക്ഷേ ഇവൻ ഇങ്ങനെയായിപ്പോയി. എത്രയും പെട്ടെന്ന് ഇവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ല എങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇവനങ്ങ് തട്ടിപ്പോകുമെന്നും പറയാണ് ആൻ്റണി. അന്നേരം ശ്രുതി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. ഏയ്, ഞങ്ങളൊന്നും കൊണ്ടുപോവില്ല, ഞങ്ങൾ കൊണ്ടുപോയാൽ പിന്നെ പോലീസ് പിടിച്ച് ഞങ്ങളങ്ങ് അകത്തിടുമെന്ന് പറയും. അല്ല, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ശ്രുതി ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാമെന്നും അവർ പറഞ്ഞു. ഞാൻ കൊണ്ടുപോകാനോ? അപ്പോൾ എന്നെ പോലീസ് പിടിക്കില്ലേ എന്ന് ചോദിക്കുകയാണ് ശ്രുതി.
ഹാ, അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യണം. എനിക്കേതായാലും ഇതിനൊന്നും പറ്റില്ല എന്ന് ആൻ്റണി അങ്ങ് തീർത്തും പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതി ശരിക്കും അങ്ങ് പെട്ടുപോവാണ്. കാരണം ശ്രുതിയുടെ എല്ലാ പ്രതീക്ഷയും തകർന്നു പോകുന്നൊരവസ്ഥയായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന ചിന്തയിലായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ. ആ സമയത്തിന് അവൻ പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ കാലാകാലം ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് പറയും. നിങ്ങളുടെ പേരിൽ ഞാൻ പരാതി പറയും. നിങ്ങൾ കാരണമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്നും പറയും. ദൈവമേ, താൻ ജയിലിലേക്ക് പോവേണ്ടി വരുമോ എന്നൊരു ചിന്ത ശ്രുതിക്കുണ്ടായി. അപ്പോഴേക്കും മീര ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ എന്ന്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ഏൽപ്പിച്ചു വിടാം. പക്ഷേ അവർക്ക് പൈസ കൊടുക്കേണ്ടി വരും. ഒരു 2 ലക്ഷം രൂപയെങ്കിലും കൊടുക്കേണ്ടി വരുമെന്ന് പറയാണ്. പൈസയൊന്നുമില്ല എന്ന് മീര പറയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ എന്നും പറഞ്ഞു. ഒടുവിൽ ശ്രുതി പറഞ്ഞത്, ഇപ്പോൾ എൻ്റെ കയ്യിൽ പൈസയില്ല, നിങ്ങളുടെ പൈസയിൽ പൈസയുണ്ടല്ലോ, നിങ്ങൾക്കതെടുത്ത് കൊടുക്ക്, ഞാൻ നിങ്ങൾക്ക് പിന്നീട് തരാമെന്നൊക്കെ പറയും. അങ്ങനെ അവരവിടെ നിന്നും ഇറങ്ങി. പക്ഷേ ഇതൊക്കെ വെറും ഒരു നമ്പർ മാത്രമായിരുന്നു. നവീൻ്റെയും ആൻ്റണിയുടെയും പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ കയ്യിൽ നിന്നും കളിച്ച ഒരു കളി. നവീനെ വെച്ച് കൊടുത്തിട്ട് ശ്രുതിയുടെ കയ്യിൽ നിന്നും പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആൻ്റണിയുടെ കളിയായിരുന്നു അത്. പിന്നീട് അങ്ങനെ ആൻ്റണി നവീൻ്റെ അടുത്തേക്ക് ചെന്നതിന് ശേഷം ആ ഒരു ഓക്സിജൻ മാസ്കൊക്കെ മാറ്റും. പക്ഷേ ഇതൊക്കെ വെറും ഒരു നമ്പറായിരുന്നു. നവീൻ്റെയും ആൻ്റണിയുടെയും നല്ല മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. ശ്രുതിയുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അവർ കളിച്ചൊരു കളി. പിന്നീട് അങ്ങനെ ആൻ്റണി നവീൻ്റെ അടുത്തേക്ക് ചെന്ന് കൊടുത്തിന് ആ ഒരു ഓക്സിജൻ മാസ്ക് അങ്ങ് മാറ്റും. എങ്ങനെയുണ്ട് നമ്മുടെ ഐഡിയ? കൊള്ളാമെന്ന് പറയാണ് നവീൻ. ഞാൻ പറഞ്ഞില്ലേ അവളുടെ കയ്യിൽ പൈസ കാണുമെന്ന്. അവളുടെ അടുത്ത് ഇഷ്ടംപോലെ പൈസയുണ്ട്, അത് നമുക്ക് അടിച്ചു മാറ്റാമെന്നും പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിച്ചു. എന്നാൽ ശരി, എനിക്ക് പോവാമല്ലോ എന്ന് നവീൻ ചോദിച്ചപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, ഇപ്പോൾ പോവണ്ട, അവിടെ വെച്ച് നമുക്കൊരു കളി കളിക്കാം, അവളിൽ നിന്നും കുറേ പണം നമുക്ക് അടിച്ചു മാറ്റാമെന്ന് പറയും. അങ്ങനെ ശ്രുതിക്കിട്ട് ഇവർ രണ്ടുപേരും ചേർന്ന് കൊടുത്തിന് നല്ല മുട്ട പണി തന്നെ കൊടുക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ഇങ്ങനൊരു പണി ഒരിക്കലും ആൻ്റണിയിൽ നിന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതേ സമയത്തിന് സച്ചിയും രേവതിയും വക്കീലിനെ കണ്ടു മടങ്ങുമ്പോൾ അവരുടെ ഉള്ളിൽ ആകെ ഭയമായിരുന്നു. ചന്ദ്രമതി അമ്മ കടുംപിടുത്തം തുടർന്നു കഴിഞ്ഞാൽ ശരത്തിൻ്റെ ജീവിതം തുലഞ്ഞു പോകും. സച്ചി രാത്രി തന്നെ ഭാമയുടെ വീട്ടിലേക്കെത്തി അമ്മയെ കാണാൻ ശ്രമിച്ചു. പക്ഷേ ചന്ദ്രമതി അങ്ങേയറ്റം വാശിയിലായിരുന്നു. ആ കള്ളൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം പറഞ്ഞ് നീ ഈ വഴിക്ക് വരണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുത്തിനെ ചന്ദ്രമതി സച്ചിയെ അവിടെ നിന്നും ആട്ടിയിറക്കി. സച്ചിക്ക് അത് വലിയൊരു ആഘാതമായിരുന്നു. അതേസമയം ആൻ്റണിയുടെ ഓഫീസിൽ ശ്രുതി വല്ലാത്ത കുരുക്കിലായിരുന്നു. നവീനൊന്നും സംഭവിച്ചിട്ടില്ല എന്നും അതൊരു നാടകമാണെന്നും അറിയാതെ ശ്രുതി തൻ്റെ കൈവശമുള്ള സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ പണയം വെച്ച് 2 ലക്ഷം രൂപ എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ചു. എന്നിട്ട് ആ പണം ആൻ്റണിയുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ തൻ്റെ പ്ലാൻ വിജയിച്ച സന്തോഷത്തിലായിരുന്നു ആൻ്റണി. പണം കിട്ടിയതോടുകൂടെ തന്നെ ആൻ്റണിയും നവീനും കൂടി ശ്രുതിയെ വീണ്ടും ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. ഈ വിവരം സച്ചി അറിഞ്ഞാൽ പിന്നെ നിന്റെ കഥ തീരുമെന്ന് നവീൻ ഭീഷണിപ്പെടുത്തുമ്പോഴാണ് താൻ ചെന്നുപെട്ട ചതിക്കുഴി എന്താണെന്ന് ശ്രുതി തിരിച്ചറിയുന്നത്. പിറ്റേന്ന് രാവിലെ തന്നെ ശരത്ത് ഒളിവിൽ കഴിയുന്ന ആ ഒരു സ്ഥലം സച്ചി കണ്ടുപിടിച്ചു. ശരത്ത് ആകെ തകർന്നു പോയിരുന്നു. സച്ചിയേട്ടാ, പണം കണ്ടപ്പോൾ അറിയാതെ ചെയ്തു പോയതാണ്. അമ്മയെ വേദനിപ്പിക്കണമെന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല എന്ന് അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സച്ചി അവന് ധൈര്യം നൽകി. അവനോട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് കീഴടങ്ങാനും പറഞ്ഞു. സ്റ്റേഷനിൽ വെച്ച് വലിയൊരു നാടകീയ രംഗം തന്നെ അരങ്ങേറി. രേവതി ചന്ദ്രമതി അമ്മയുടെ വീട്ടിലേക്കെത്തി അവരുടെ കാല് പിടിച്ച് നിലവിളിച്ചു. എൻ്റെ അനിയനെ ജയിലിലേക്ക് വിടല്ലേ അമ്മേ, അവൻ്റെ ഭാവി പോവും. അമ്മക്കെന്നെ ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിടണമെങ്കിൽ വിട്ടോളൂ, പക്ഷേ ആ കംപ്ലൈൻറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് പിൻവലിക്കണം. രേവതിയുടെ ഈ ഒരു വിലാപം കണ്ടപ്പോൾ രവീന്ദ്രനും സച്ചിയും വികാരധീരനായി. ആ സമയത്ത് അങ്ങോട്ടേക്കെത്തിയ സച്ചി ശ്രുതിയും ആൻ്റണിയും തമ്മിലുള്ള ഇടപാടുകളെക്കുറിച്ചും ചില തെളിവുകൾ ചന്ദ്രമതിയെ കാണിച്ചു. ശ്രുതി സ്വന്തം വീട്ടുകാരെ ചതിച്ച് വിവരമറിഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് വലിയൊരു തിരിച്ചറിവുണ്ടായി. താൻ വിശ്വസിച്ച ശ്രുതി തന്നെയാണോ ഈ ചതി ചെയ്യുന്നത് എന്ന് അവർ അത്ഭുതപ്പെടുന്നുണ്ട്. ഒടുവിൽ രേവതിയുടെ ആത്മാർത്ഥതയും കണ്ണീരും ചന്ദ്രമതിയുടെ കഠിനഹൃദയത്തെ അലിയിച്ചു കളഞ്ഞു. താൻ എടുത്ത ദൃഢനിശ്ചയത്തിൽ നിന്നും അവർ പിന്മാറി. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിയില്ലാന്ന് എഴുതി നൽകി ശരത്തിനെ മോചിപ്പിച്ചു. എന്നാൽ ചന്ദ്രമതി ഒരു നിബന്ധന വെച്ചിരുന്നു. ശരത്തിന് ഇങ്ങനെയൊരു തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പു തരണം. ശരത്ത് അമ്മയുടെ കാല് പിടിച്ച് മാപ്പപേക്ഷിച്ചു. പക്ഷേ ഈ കഥ അവിടെ നിന്നും അവസാനിക്കുന്നില്ല. താൻ കൊടുത്ത പണം തിരിച്ചു പിടിക്കാനും ആൻ്റണിയെയും നവീനെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ശ്രുതി ഇപ്പോൾ സച്ചിയുടെ സഹായം തേടേണ്ടി വരുന്നു. രേവതിയെ വെറുത്ത ചന്ദ്രമതി അമ്മക്ക് ഇപ്പോൾ അവളെ അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു. വീണ്ടും ഒരുമിച്ച് ആ ഒരു കുടുംബത്തിൽ പുതിയ പോരാട്ടം തുടങ്ങുകയാണ്. അത് ആൻ്റണിക്കെതിരെയുള്ള പോരാട്ടമായിരിക്കും. അങ്ങനെ ചെമ്പനീർ പൂവിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.